ഹായ് ഗായ്സ്, പൊതുവെ നല്ലൊരു റഷായിട്ടുള്ളൊരു ഡേ ആട്ടോ ഇന്ന്. അപ്പോൾ എനിക്കിന്ന് 2 പ്രോഗ്രാമിന് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. ടാസ്ക് അതൊന്നുമല്ല, 2 പ്രോഗ്രാമിന് പെർഫോം ചെയ്തതിന് ശേഷം നൈറ്റ് എനിക്കൊരു സോളോ റൈഡും കൂടി ഉണ്ട്. ഒരു ലോങ് ജേർണിയും കൂടിയാണ് കേട്ടോ അത്. അങ്ങനെ മോർണിംഗ് പ്രോഗ്രാം ഞാനും ഷോണിലും കൂടി കംപ്ലീറ്റ് ചെയ്തു. ഈവനിങ് നമ്മുടെ കൂടെ പെർഫോം ചെയ്യാൻ ഒരു സിംഗറും കൂടി ഉണ്ട് കേട്ടോ. ഈവനിങ് പ്രോഗ്രാം ആൽഫ ഹൊറിസോണിലാണ്. നമ്മുടെ സിംഗർ ഷെയ്ക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൗണ്ട് ചെക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അധികം ലേറ്റ് ആവേണ്ട തന്നെ നമ്മുടെ പരിപാടിയും സ്റ്റാർട്ട് ചെയ്തു. ബട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ട്വിസ്റ്റ് ഉണ്ടായി കേട്ടോ. ഈവനിങ് പ്രോഗ്രാമിന് ആക്ടർ ബിബിൻ ജോർജ് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ നമ്മുടെ കൂടെ ഒരു സോങ്ങിന് ജോയിൻ ചെയ്തു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഈവനിങ് പ്രോഗ്രാമും കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോകട്ടോ. എനിക്ക് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഇന്നത്തെ സെക്കൻഡ് പ്രോഗ്രാമും കംപ്ലീറ്റ് ചെയ്ത് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇനിയാണ് റിയൽ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സമയം രാത്രി 12:30 ആയിട്ടോ. അപ്പോൾ ഇനി എൻ്റെ യാത്ര നിലമ്പൂർക്കാണ് കേട്ടോ. ഒരു 4 hours ജേണി ഉണ്ട്. സോ ലെറ്റ്സ് ഗോ. നിലമ്പൂർ സ്റ്റേ അറേഞ്ച് ചെയ്തെങ്കിലും എനിക്ക് അവിടെ എത്താൻ പറ്റില്ല. കാരണം ഏർലി മോർണിംഗ് 4:30 ഞാൻ നിലമ്പൂർ എത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ മാക്സിമം പുഷ് ചെയ്ത് വെന്യൂലേക്ക് എത്താൻ നോക്കി. ബട്ട് എന്നെക്കൊണ്ട് അതിന് പറ്റിയില്ല കേട്ടോ. ഏർലി മോർണിംഗ് ഒരു 3 o'clock ആയപ്പോഴേക്കും എനിക്ക് നല്ലോണം ഉറക്കം വന്നു. അതുകൊണ്ട് ഞാൻ പെരിന്തൽമണ്ണ ഒരു പെട്രോൾ പമ്പിൽ വണ്ടി സൈഡാക്കി ഒരു ചെറിയൊരു നാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. ബട്ട് മോർണിംഗ് 6 o'clock കേട്ടോ ഞാൻ പിന്നെ എഴുന്നേറ്റേ. അങ്ങനെ ഞാൻ എൻ്റെ യാത്ര തുടർന്നു. പോകുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടൽ കണ്ടു കേട്ടോ. ഒന്നും നോക്കിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാക്കി. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അധികം ലേറ്റ് ആവേണ്ട തന്നെ ഞാൻ നമ്മുടെ വെന്യൂവിലും എത്തി. കോസ്റ്റ്യൂമും സെറ്റാക്കി കേട്ടോ. നിലമ്പൂരിൽ എൻ്റെ പ്രോഗ്രാം കൊയറാണ്. പതിവ് പോലെ തന്നെ ഗിയേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ സൗണ്ട് ചെക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പുതിയ കുറച്ച് ഹെവി ആർട്ടിസ്റ്റുകളൊക്കെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി കേട്ടോ. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവരുടെ കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്ത് ഇനി ബാക്ക് ടു അങ്കമാലി. അങ്ങനെ റിസ്കി ആയിട്ടുള്ളൊരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ പിന്നെയും കാണാം. അതുവരെ ബൈ.